إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولقد أرسلنا نوحا إلى قومه فلبث فيهم 1000 سنة إلا 50 عاما فأخذهم الطوفان وهم ظالمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവൻ്റെ വിധിവിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ധാരാളമായി കേട്ടുവരുന്ന ഒരു വാക്കാണ് തൂഫാൻ. തൂഫാൻ എന്നത് അറബി ഭാഷയിൽ വിവിധ അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. 2 തവണയാണ് ഖുർആനിൽ ഈ പദം ആവർത്തിച്ചിട്ടുള്ളത്. തൂഫാൻ എന്ന പദത്തിന് അറബി ഭാഷയിൽ സൈലുൻ അലീം, അമ്പിച്ച ഒഴുക്ക്, വലിയ ഒഴുക്ക് എന്ന അർത്ഥത്തിൽ പറയും. മത്രൻ ഗാലിബ്, ശക്തമായ മഴക്ക് പറയും. ഷിദ്ദത്തു ലലാമുല്ലൈൽ, രാത്രിയിലെ ശക്തമായ ഇരുട്ടിന് പറയും. മൗത്തുൻ ജാരിഫ്, ഒരുമിച്ചുള്ള കുറെ ആളുകൾ ഒരുമിച്ചുള്ള മരണത്തിന് അത് പറയും. മാക്കാന കസീറൻ അലീമൻ, കൂടുതൽ ഒരു കാര്യം ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിനും ആ വാക്ക് പറയും. അതേപോലെ ഇദാ ഹക്ക സിഖതു ഷൈഅൻ ലസിമ ഖുബൂലുഹു, ഒരു കാര്യം ഉറപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെട്ട് നിർബന്ധമായും ആ കാര്യം നേടിയെടുക്കുക, അതിനും തൂഫാൻ എന്ന വാക്ക് പറയും. നമ്മുടെ നാട്ടിൽ പുതിയ ഗവൺമെന്റ് കൊണ്ടുവന്ന, ലഹരിക്കെതിരെ കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയാണിത്, ഈ പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ധാരാളമായി ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ തൂഫാൻ എന്ന പദം 2 തവണ ആവർത്തിച്ചത് വെള്ളപ്പൊക്കം എന്ന അർത്ഥത്തിലാണ്. അത് ശുദ്ധീകരണമായിരുന്നു, പൂർണ്ണമായ ശുദ്ധീകരണം. ഒരു തൂഫാൻ, ഒന്ന് ഭാഗികമായൊരു ശുദ്ധീകരണം. അത് രണ്ടും ഏത് വിഷയത്തിലാണ്? ഇത് നമ്മൾ അറിയണം. ഭാഗികമായ ശുദ്ധീകരണം ഫിർഔനിന്റെ വിഷയത്തിലാണ് അല്ലാഹ് പറഞ്ഞത്. ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല എന്നാ പറഞ്ഞത്. ഏറ്റവും വലിയ കൊടിയ ശിർക്കാണ്.
ഒരു വ്യക്തി ഞാനാണ് ദൈവം, ഞാനാണ് റബ്ബ്, ഞാനാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന്, ഞാനാണ് നിങ്ങളുടെ മുഴുവൻ സംരക്ഷകൻ, നിങ്ങളുടെ നാഥൻ ഞാനാണെന്നൊരാൾ പറയുന്നതാണ് ഏറ്റവും വലിയ ശിർക്ക്. അതാണ് അന റബ്ബുക്കുമുൽ ആല എന്ന ഫിർഔന്റെ വാദം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെതിരിലാണ് പ്രബോധനം നടത്തിയത്. ആ പ്രബോധനത്തിൽ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആ ചരിത്രം വിശദമായി ഖുർആൻ ഏറ്റവും കൂടുതൽ മൂസാ നബിയുടെ ചരിത്രം പറയണത്. അതിൽ പല രൂപത്തിലുമുള്ള ശിക്ഷകൾ അവർക്കിറങ്ങി. അതൊക്കെയും അവരെ കൂടുതൽ ചിന്തിപ്പിക്കാനും തൗഹീദിലേക്ക് അവർ തിരിച്ചു വരാനും ഫിർഔൻ അടക്കമുള്ള മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ച ഏകനായ റബ്ബിനെ ആരാധിക്കാനും ആവശ്യമായ വിഷയത്തിനാണ്. അപ്പൊ അവിടെ ആയാത്ത് എന്ന് ഖുർആനിൽ മൂസാ നബിക്ക് അള്ളാഹു 9 ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് തൂഫാന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പറയുന്നത് കാണാം. വലക്കത് ഫഅർസൽനാ അലൈഹിം തൂഫാന, അവരിലേക്ക് തൂഫാൻ അയച്ചു, വെള്ളപ്പൊക്കമാണ്. വൽ ജറാദ വെട്ടിക്കിളി, വൽ കുമ്മല പേന്, വൽ ലഫാദിഅ തവളകൾ, വദ്ദമ രക്തം. ഇത് ദൃഷ്ടാന്തങ്ങളായിരുന്നു. അതിൽ ഒന്നാണ് തൂഫാൻ. 2 ജറാദ് വെട്ടുകിളികളെ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ കൃഷിയിടങ്ങളിലും വീടിനകത്തുമൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വെട്ടുകിളി എന്ന് പറഞ്ഞ ചെറിയൊരു പ്രാണിയെപ്പോലെയുള്ള കിളിയാണ്. അത് പരക്കെ പരന്നു. അപ്പൊ ഫിർഔന് ഇതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതായപ്പം ഫിർഔന് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നീ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്ക്, നീ ഇത് നീങ്ങിക്കിട്ടിയാൽ ഞങ്ങൾ നിന്റെ റബ്ബിനെ അംഗീകരിക്കാന്ന് പറഞ്ഞു. മൂസാ നബി അല്ലാണ്ട് പ്രാർത്ഥിച്ചു. അത് നീങ്ങിയപ്പം ഫിർഔനിന്റെ ശൈലി മാറി, ഫിർഔനെ വാക്ക് ലംഘിച്ചു. ഖുർആൻ പറയുന്നുണ്ട്. പിന്നീട് പേന് വന്നു. മുഴുവൻ ശരീരത്തിലും ബെഡിലും ഭക്ഷണത്തിലൊക്കെ നിറയെ പേനുകൾ കൊണ്ടുള്ള ശല്യമുണ്ടായി. അപ്പോഴും ഫിർഔൻ പറഞ്ഞു, മൂസാ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്ക്, എന്നെ കൊണ്ട് കഴിയണില്ല, ഇത് മാറിക്കിട്ടിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. മൂസാ നബി പ്രാർത്ഥിച്ചു, അത് മാറിക്കിട്ടി. പക്ഷേ അവരപ്പോഴും വാക്ക് ലംഘിച്ചു. പിന്നീട് വന്നത് ലഫാദികൾ തവളകളാണ്. ഭക്ഷണത്തിലും ബെഡിലും വാഹനങ്ങളിലും വീട് നിറയെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം തവളകളെ കൊണ്ട് നിറഞ്ഞു. അവസാനം ഫിർഔൻ വീണ്ടും മൂസാ നബിയോട് പറഞ്ഞു, ഒന്നുകൂടി പ്രാർത്ഥിക്കണം, ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആവൂല, വിശ്വസിക്കാമെന്ന് പറഞ്ഞു. മൂസാ നബി പ്രാർത്ഥിച്ചു, അവിടെയും അത് ലംഘിച്ചു. തുടർന്ന് വന്നത് ദമ്, രക്തമാണ്. വെള്ളം എടുത്താൽ വെള്ളം രക്തമായി മാറുക, ഭക്ഷണം കൊണ്ടുവന്നാൽ ഭക്ഷണത്തിൽ ബ്ലഡ്, വസ്ത്രത്തിൽ ബ്ലഡ്, എല്ലാ കിടക്കുന്നിടത്തും നടക്കുന്നിടത്തും മുഴുവൻ രക്തം. അവസാനം മൂസാ നബിയോട് ഫിർഔൻ പറഞ്ഞു, ഒന്നുകൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിച്ചത് നീങ്ങിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. മൂസാ നബി പ്രാർത്ഥിച്ചു, അത് നീങ്ങി, വിശ്വസിച്ചില്ല. ഇങ്ങനെ 9 ദൃഷ്ടാന്തങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാണ് തൂഫാൻ, വെള്ളപ്പൊക്കം. അത് ഭാഗികമായിട്ട് ആ പ്രദേശത്തെ നശിപ്പിച്ചു, ശുദ്ധീകരണ പ്രക്രിയ നടത്തി. എന്നിട്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത പോലെ ഫിർഔൻ വിശ്വസിച്ചിട്ടില്ല. അവസാനം ഫിർഔൻ മുങ്ങി മരിച്ച സംഭവം നമുക്കറിയാം. കഴിഞ്ഞ ഖുത്തുബയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ തൂഫാൻ, അള്ളാഹു ഈ തൂഫാൻ അയച്ചത് ഏറ്റവും വലിയ കൊടിയ ഷിർക്കിന് എതിരിലാണ്. ഖുർആൻ പറയുന്ന 2ാമത്തെ തൂഫാൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള നൂഹ് നബിന്റെ കാലത്ത് നടന്ന തൂഫാനാണ്. അത് ആ നാടിനെ മൊത്തത്തിൽ ശുദ്ധീകരിച്ചു, തുടച്ചു നീക്കി, സകല മാലിന്യങ്ങളെയും തുടച്ചു നീക്കി. ഒരാളും രക്ഷപ്പെട്ടില്ല. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, അല്ലാഹു പറയും, നാം നൂഹിനെ തന്റെ ജനതയിലേക്ക് അയച്ചു. ഫലബിത ഫീഹിം അൽഫസന, 1000 കൊല്ലം അദ്ദേഹം ജീവിച്ചു. ഇല്ല 50 ആമ, 1000ൽ 50 കുറക്കുക, അപ്പൊ 950 കൊല്ലം അവർക്കിടയിൽ അദ്ദേഹം ജീവിച്ചു. എന്തിനാണ് അദ്ദേഹം ജീവിച്ചത്? അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ്. അനി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അല്ലാത്ത ഒന്നിനും ഇബാദത്ത് ചെയ്യരുതെന്ന് പറയാനാ. പക്ഷെ അവർ അംഗീകരിച്ചില്ല. ചരിത്രം നമുക്കറിയാം. ഫഅഖദഹുമു തൂഫാൻ വഹും ളാലിമൂൻ, അവർ ശിർക്ക് എന്ന ഈ അക്രമം ചെയ്തുകൊണ്ടിരിക്കെ
ഏറ്റവും വലിയ ദുൽമ് ഷിർക്കാണ്. ആ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കെ അവരെ നാം തൂഫാന് കൊണ്ട് പിടിച്ചുകൂടി എന്നാണ്. നൂഹ് നബിയും വിശ്വസിച്ച 80 പേരും കപ്പലിൽ കയറി രക്ഷപ്പെട്ടതും കപ്പലുണ്ടാക്കാൻ അള്ളാഹ് പറഞ്ഞതും ഒക്കെ ചരിത്രങ്ങൾ നമുക്ക് വിശദമായിട്ട് അറിയാം. ഖുർആനിൽ പറഞ്ഞ 2 തൂഫാനും ഷിർക്കിനെതിരിലാണ്. അപ്പൊ തൂഫാൻ ആദ്യം വേണ്ടത് ഷിർക്കിനെതിരിലാണ്. ഇതാദ്യം നമ്മൾ നടപ്പിലാക്കേണ്ടത്. അത് ഒരു ഗവൺമെന്റിനോടൊന്നും ഇപ്പം അത് പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ആദ്യം വ്യക്തമായ തുടച്ചു നീക്കൽ ആവശ്യം ഷിർക്കിനെതിരെ. കാരണം അതല്ല ഒരു പൊറുക്കാത്ത പാപ. സ്വർഗം നിഷിദ്ധമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന ഏറ്റവും വലിയ തിന്മയാണത്. നിങ്ങൾ നോക്കൂ, ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആ സമൂഹം ലഹരിക്കടിമകളായിരുന്നു. മുഴുവൻ ആളുകളും ലഹരിക്കടിമകളാണ്. മദ്യപിക്കുന്ന ആളുകളായിരുന്നു, മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ, കവിത പാടിയവർ, മരിച്ചാൽ തൻ്റെ മയ്യത്ത് വരെ മുന്തിരി വള്ളിയുടെ അടിയിൽ കുടിച്ചിടണമെന്ന് പാടിയ ആൾക്കാരെ ഒരു അതിൻ്റെ മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടിയ ആളുകളാണ്. പക്ഷേ പോലീസ് വേണ്ടി വന്നില്ല, പട്ടാളം വേണ്ടി വന്നില്ല. മുഴുവൻ ലഹരിയും അവർ തുടച്ചു നീക്കി. എങ്ങനെ? ഇതിന്റെ പ്രായോഗിക വശമാ പറയണത്. ലക്ഷക്കണക്കിന് ഗ്യാലൻ കള്ളുകളാണ് അക്ഷരാർത്ഥത്തിൽ ഒഴുക്കിയത്. കള്ളിന്റെ വീപ്പകളായിരുന്നു ഓരോ വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്നത്. മദ്യത്തിന്റെ ലഹരിക്കടിമകളാണ്, ലഹരി ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തവര്. അവര് മുഴുവൻ ലഹരിയും ഒഴിവാക്കി. ജീവിതത്തിൽ അവർ ലഹരി കണ്ട് ഒഴിവാക്കിയിട്ട് ബോധത്തോടെ ജീവിക്കാൻ തുടങ്ങി. ബോധം വന്നപ്പം അള്ളാഹനെ ആരാധിക്കാൻ തുടങ്ങി, ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ബോധമില്ലെങ്കിൽ ഇനി ലഹരി ഉപയോഗിക്കണം തന്നെ ഇല്ല ശരിക്കും ബോധം പോകാന്. മനുഷ്യന്മാർക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ചില ബോധം ഉണ്ടാകണം. ഇപ്പം ഒരു ടൗസർ കിട്ടിയിരിക്കണ ഒരാൾക്ക്, അത് വെള്ളത്തിൽ മുക്കി ഇപ്പൊ അതിന് ബർക്കത്തെടുക്കാനും അത് കുടിക്കാനും അത് ബർക്കത്തിന് വേണ്ടി നടക്കാണ് ഇപ്പത്തെ പുതിയത്. മനുഷ്യന്മാർക്ക് ബോധമല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞെന്താ, നിങ്ങൾ കള്ളു കുടിച്ച് നിസ്കരിക്കാൻ വരരുതെന്നാ പറഞ്ഞത്. അതിന്റെ ബാക്കി എന്താ? നിങ്ങൾ പറയുന്നത് എന്താന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാ. അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് ആലോചിക്കണം, ചിന്തിക്കണം. ഇവിടെ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയാണ് ഒന്നാമത്തെ തൂഫാൻ വേണ്ടത്. അതാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് ജനങ്ങൾ തിരിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മുസ്ലിം സമൂഹത്തിലെ ഈ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ പറ്റും. മുസ്ലിം സമൂഹത്തിൽ ഇന്നിപ്പോ ഏറ്റവും പിടിക്കപ്പെടുന്നതും 5 കിലോനും 2 കിലോനും 2.5 കിലോനും ഇപ്പൊ മുക്കത്തുനിന്ന് ഒരു പെണ്ണിന്, മുസ്ലിം പെണ്ണിനെ പിടിച്ചത്, ഒരു താത്താനെ. ഇത് മുഴുവൻ ഏറെയും മുസ്ലിമീങ്ങൾക്കിടയിലാണ്. ഇല്ലാതെയാക്കാൻ എന്ത് വേണം? ആദ്യം ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, വലൗ നസല അവ്വല ഷൈഇൻ ലാ തശ്റബുൽ ഖംറ. ആദ്യം ഇറങ്ങിയത് കള്ളു കുടിക്കരുതെന്നായിരുന്നെങ്കിൽ ലഖാലു ലാ നദഉൽ ഖംറ അബദ, അവർ പറയും ഞങ്ങൾ ഒരിക്കലും കള്ളു ഒഴിവാക്കൂലാന്ന്. വലൗ നസല ലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നാണ് ആദ്യം ഇറങ്ങിയതെങ്കിൽ ലഖാലു, അവർ പറയും ലാ നദഉ സിന അബദ, വ്യഭിചാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അവർ പറയുമായിരുന്നു. കാരണം രണ്ടിനും അടിമകളായിരുന്നു അവര്, ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞതാ. അപ്പൊ ആദ്യം എന്ത് വേണം? തൂഫാൻ, ഷിർക്കിനെതിരിൽ തൂഫാൻ ഉണ്ടാകണം. ഖുർആനിൽ പറഞ്ഞ 2 തൂഫാൻ അതാ. 2 തവണ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ടും ഷിർക്കിനെതിരിലാണ്. എന്തെല്ലാമാണ് ആളുകളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഈ ആത്മീയ ചൂഷണങ്ങൾ വർദ്ധിച്ച് 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 വരികയാണ്. ഇതിലേക്ക് ആളുകൾ ചെന്ന് വീഴുകയാണ്. ഇപ്പൊ നിധി കിട്ടാൻ, പറമ്പിലെവിടെയെങ്കിലും നിധി കിട്ടാൻ, നിധി ഉണ്ടെങ്കിൽ അത് കുഴിച്ചെടുക്കാം. എങ്ങനെ? ഞായറാഴ്ച വെജിറ്റേറിയൻ ആവുക, വെജിറ്റേറിയൻ മാത്രം ഭക്ഷിക്കുക ശനിയാഴ്ച ഞായറാഴ്ചയും. എന്നിട്ട് നോമ്പുകാരനായി രാത്രി കമറിന്റെ സഹായത്തിൽ പിന്നെ ഒരു വെള്ളക്കാട് എടുത്ത് കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ട് കുറെ എത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്താൽ കിട്ടുന്ന പറഞ്ഞത്, നിധി കിട്ടുന്ന പറഞ്ഞത്. വേറൊരാള് ഇപ്പോ ജിന്ന് മഹലറയില് ലക്ഷങ്ങൾ കടമുള്ള ആൾക്കാർക്ക് കടം വീടി എന്നാ പറഞ്ഞത്. ലക്ഷങ്ങൾ കടമുള്ള ആളുകൾക്ക് കടം വീടി ജിന്ന് മഹലറയിൽ. അയാൾ പറയുന്നത്, ഇപ്പം സൂറത്ത് യാസീനും സൂറത്തുൽ ജിന്നും സ്വലാത്തൊക്കെ ചൊല്ലി ഹൗസുൽ ആലമിനെ വിളിക്കുക. ആരാണ് ഹൗസുൽ ആലം? ജീലാനി, ഷേഖ് ജീലാനിയെ അതിന് അതബോടുകൂടി വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന ഈ മജ്ലിസ് ഉണ്ടായപ്പം 7 ലക്ഷം കിട്ടാത്തൊരാൾക്ക് 7 ലക്ഷം കിട്ടിനാ.
10 ലക്ഷം കുടുങ്ങിയ ഒരാൾക്ക് ആ 10 ലക്ഷം കിട്ടാനുള്ള 10 ലക്ഷം കിട്ടിയെന്നാ, വേറെ ആളുകൾ കടക്ക വീടിപ്പോയിന്നാ. ശരിയെങ്കിൽ ഒരു മുസ്ലിയാര് ഇപ്പം റോട്ടുമേൽ സ്കൂട്ടർ നിർത്തി പുഴയ്ക്ക് ചാടി ആത്മഹത്യ ചെയ്തു. നമ്മളെല്ലാവരും വായിച്ചതാ കാസർഗോഡ്. എന്താ അയാൾ പറഞ്ഞത്? കടം കൊണ്ട്, കടക്കാര ശല്യം കൊണ്ട്, കടം വീടാത്തത് കൊണ്ട്, ലക്ഷങ്ങൾ കടണ്ട്, കടം വീടുന്നില്ല. അപ്പൊ അതുകൊണ്ട് കടക്കാര ശല്യം കൊണ്ട് അയാള് ഒരു പണ്ഡിതനാണ് അറിയിക്കണം, ബാങ്ക് കൊടുക്കുന്ന ഒരാളാ, ഇമാമത്ത് നിൽക്കുന്ന ഒരാളാ, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാ. ആത്മഹത്യന്റെ ഗൗരവം എത്രയെന്നുള്ളത് ഖുർആനും സുന്നത്തും പഠിച്ച ആളാ. അയാൾ സ്കൂട്ടർ അവിടെ നിർത്തി പുഴയെ കണ്ട് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ ലക്ഷങ്ങൾ കടം വീടാനൊക്കെ ഈ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുക? ആരാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരിക? അപ്പൊ ഒരു പണ്ഡിതൻ പറയുന്നു ലക്ഷങ്ങൾ കടം ഉണ്ടെങ്കിൽ വീട്ടാൻ ഇന്ന പരിപാടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന്. ഇതേ ആശയമുള്ള വേറൊരു പണ്ഡിതൻ കടം കൊണ്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുക. നെയ്യാക്ക് അയാളടുത്തേക്ക് പോയാൽ പോരെ കടം വീട്ടാൻ? സഹോദരങ്ങളെ, ആത്മീയ ചൂഷണങ്ങൾ, തട്ടിപ്പുകൾ വ്യാപകമായി നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഇതിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം കിട്ടണം. അപ്പൊ സ്വാഭാവികമായി ലഹരി വസ്തുക്കളും കാര്യങ്ങളൊക്കെ കണ്ട് ഒഴിഞ്ഞു പോകും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെയൊക്കെയും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ നിങ്ങൾ? സാമ്പത്തിക തട്ടിപ്പാണ് ഇതിനൊക്കെ. ഇപ്പോൾ MDMA ഉപയോഗിച്ച് പിടിച്ച കേസ്, അത് ഉപയോഗിച്ച കേസാണോ കൂടുതൽ വിൽപ്പന നടത്തിയ കേസാണോ പിടിച്ചത്? നിങ്ങൾ ആലോചിക്കും. MDMA ഇപ്പൊ കുറേ കേസുകൾ പിടിച്ചല്ലോ ഈ തുഫാന്റെ ഭാഗമായിട്ട് പോലീസ്. ഇത് ഉപയോഗിച്ച ആൾക്കാരെ, MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണോ പിടികൂടിയത്, അതല്ല വിൽപ്പന നടത്തിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പിടിച്ചത്? വിൽപ്പന നടത്തുന്ന ആൾക്കാരെ. അപ്പൊ എന്തിനാണിത്? ചുളിവിലൂടെ അധ്വാനമില്ലാതെ, പരിശ്രമമില്ലാതെ പൈസ ഉണ്ടാക്കണം. ആ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ആത്മീയ തട്ടിപ്പും ചൂഷണവും. മേലാനും കണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിയാൽ മതി, ആൾക്കാർ പൈസ അങ്ങനെ അയക്കൽ തുടങ്ങും. കൊറോണന്റെ കാലത്ത് മൊബൈൽ തുറന്നിച്ച് കണ്ട് ഞാൻ ഊതുണ്ട്, നിങ്ങൾ വെള്ളം വെച്ചാൽ മതി എന്ന് അറിഞ്ഞില്ലേ? അതും വെള്ളം വെച്ച് കുറെ ആൾക്കാർ കുത്തിയിരുന്നിരുന്നോ? മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഗൂഗിൾ പേ അങ്ങനെ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് കൊറോണ ആയതുകൊണ്ട് മജ്‌ലിസിക്ക് വരാൻ കഴിയില്ല. ഞാൻ റൂമിലിരുന്ന് മന്ത്രി ചോദ്യം മൊബൈലിൽ ഊതും. അപ്പൊ അത് നിങ്ങൾ മൊബൈലിൽ ഇങ്ങനെ കാണുക, അതിന്റെ മുന്നിൽ പാത്രം വെക്കുക, പൈസ ഗൂഗിൾ പേ കണ്ട് അയച്ചു കൊടുക്കും വേണം. ഇത് വിശ്വസിച്ച് എത്ര ആളുകൾ നടന്നു? ഇപ്പൊ മുഴുവനും ആത്മീയ തട്ടിപ്പ് പൈസ ഉണ്ടാക്കാൻ, MDMA വിൽപ്പന പൈസ ഉണ്ടാക്കാൻ, ഇത് മുഴുവനും കാശിനാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. നമുക്ക് ഇതിൽ പണ്ഡിതന്മാർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണ ഇപ്പൊ ലഹരി വിരുദ്ധ സമിതിയുടെ പ്രസിഡന്റിനെ പിടിച്ചു എന്നാ പറഞ്ഞത്. ലഹരി വിരുദ്ധ സമിതിയുടെ പ്രസിഡന്റിനെ MDMA വെച്ചിട്ട് പിടിച്ചു എന്നാ പറഞ്ഞത്. ആരെ വിശ്വസിക്കാം? ഈ പണ്ഡിതന്മാരെ വിശ്വസിക്കുമ്പോൾ സാധാരണക്കാരെ കാര്യം പറയണോ? ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കട്ടെ. മതം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമല്ല, ചൂഷണം ചെയ്യാനുള്ളതല്ല. ദീൻ, അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാരാകട്ടെ പാമരന്മാരാകട്ടെ ആരും ഇങ്ങനെ ഭൗതികമായ ലാഭത്തിന് വേണ്ടി ചുളിവിൽ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകൾക്കുമൊക്കെ എതിരെ തൂഫാന് വേണം. അതിൽ ആദ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഷിർക്ക് എന്ന ഏറ്റവും വലിയ തിന്മക്കെതിരെയാണ്. ഖുർആനിൽ പറഞ്ഞ 2 തൂഫാൻ ഇതിനെതിരല്ല. അത് റെഡിയാകുമ്പോൾ മക്കത്ത് ഷിർക്ക് പോയപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അവർ കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, അങ്ങനെ നടന്നു. അവർക്കുള്ള വലിയ തിന്മ എന്തായിരുന്നു? ഷിർക്കാണ്. ആ ഷിർക്ക് പോയി റസൂൽ 12 കൊല്ലം അതാണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പം എന്താണ് ജീവിതം, എന്താണ് പരലോകം, എന്താണ് ഖബർ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ജനങ്ങൾ ബോധ്യപ്പെട്ടു. അവർ ജീവിതത്തിൽ നിന്ന് പാടെ ഈ ലഹരി വസ്തുക്കൾ ഒഴിവാക്കി. ഈ ലഹരി മാത്രമാണോ? നിങ്ങൾ നോക്കി, ചൂതാട്ടം, ലോട്ടറി, ബെറ്റിങ്, ഓൺലൈൻ ഗെയിമുകൾ, ഇതൊക്കെ എന്താ? ഇത് മുഴുവനും സാമ്പത്തിക തട്ടിപ്പാണ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകൾ, നിങ്ങളൊക്കെ എണ്ണിയ കാര്യങ്ങളൊക്കെ എന്താപ്പം? ഖംർ, ഇപ്പൊ ലഹരി ഇപ്പൊ നമ്മൾ ഉപയോഗിക്കണത് പൈസയാണ്. മൈസിർ, ചൂതാട്ടം, പൈസ സാമ്പത്തികമാണ്. അൻസാബ്,
പ്രതിഷ്ഠകൾ വെച്ചിട്ട് അവിടേക്ക് ആളുകൾ വന്നിട്ട് പൈസ കിട്ടാനുള്ള പരിപാടിയാ. അവിടെ പൈസ ഇടലാണ്. അസിലാം അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പ്, അവിടെയും ഇന്നിപ്പോ പ്രശ്നം വെച്ച് നോക്കണവർക്ക് നല്ല പൈസയാണ്. എന്തെല്ലാം തട്ടിപ്പ പ്രശ്നം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം, എന്നിട്ട് അവനെ ബേജാറാക്കുക, എന്നിട്ട് പരിഹാരം ഉണ്ടെന്ന് പറയാ, എന്നിട്ട് 10 രൂപേന്റെ കാര്യത്തിന് 1,00,000 പൈസ വാങ്ങുക. ഇതൊക്കെ സാമ്പത്തിക തട്ടിപ്പ. അള്ളാഹ് പറയാ, എണ്ണി പറയാണ് ഈ കാര്യങ്ങൾ. ദിജ്സുമിൻ അമലി ഷൈത്താൻ, ഷൈത്താനിന്റെ മ്ലേച്ഛമായ പണിയാണ്. ഫജ്തനിബൂഹു, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതെല്ലാം കാണാതെ ആരെയും കാണുണ്ടാന്ന് നോക്കിയിട്ട് ലോട്ടറി എടുക്കുക. പള്ളിക്കൽ ജുമാക്ക് വരുന്ന ആൾക്കാർ വരെ ഉണ്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാർ. എന്താ ലോട്ടറി? ഒരുപാട് മനുഷ്യന്മാരെ സ്വപ്നങ്ങൾ തകർന്ന് എടുത്തെടുത്തെടുത്ത് ഒന്നും കിട്ടാതെ അവസാനം കടം വന്ന് അടുത്തേന് കിട്ടുമെന്ന് വിചാരിച്ച് അവസാനം ലക്ഷങ്ങൾ പോയി ആത്മഹത്യയിലേക്ക് എത്ര കുടുംബങ്ങളെ കണ്ണീരാ ഈ ഇതിലൂടെ കിട്ടുന്നത്. ഫജ്തനിബു, ജീവിതത്തിൽ നിന്നത് ഒഴിവാക്കണം. അല്ലാഹ് പറയാ ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയിക്കണോ? ആഖിറത്തിൽ വിജയിക്കണോ? ദുനിയാവിൽ വിജയിക്കണോ? എന്താ ലോട്ടറി എടുത്ത ആൾക്കാരെ കഥ എന്നൊക്കെ ഒന്ന് എടുത്തു നോക്കേണ്ടി. ഇവിടെ എത്തിയിട്ടില്ല. കോടികൾ ലോട്ടറി കിട്ടിയവരൊക്കെ അതിന് ഒരു ഫീച്ചർ വന്നിരുന്നു കുറച്ച് മുമ്പ്. പൈസ കിട്ടിയ ഒന്നാം നമ്പർ പിന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾക്കാരെ ജീവിതമൊക്കെ കോടികൾ കിട്ടിയോല് ഒന്നും അല്ലാതെ പോയി എന്നാ പറഞ്ഞത്. ഹറാമായ പണം അങ്ങനെ തന്നെ പോവുള്ളൂ. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിയ ബൈനകും അദാവത വൽ ബഗ്ളാ, ഈ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവുമാണ്. ഫിൽ ഖംറി വൽ മൈസിർ, ഈ ചൂതാട്ടത്തിലും മദ്യത്തിലുമൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യതാണ്. വയസുദ്ദക്കും അൻ ദിക്രില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് തടയും. വഅനിസ്സലാ, കൃത്യമായി നിസ്കരിക്കാൻ കഴിയില്ല. ഫഹൽ അൻതും മുൻതഖൂൻ, ഇനിയും വിരമിക്കാനായില്ലേ? ഈ ചോദ്യം വന്നപ്പോൾ തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാർ മുഴുവൻ ഒഴിവാക്കി. ഒരു പട്ടാളത്തിൽ ഒരു പോലീസിനെ നിയോഗിക്കേണ്ടി വന്നിട്ടില്ല മദീനത്ത് കള്ള് നിരോധിക്കാൻ. ലഹരി ഇല്ലാതാക്കാൻ ഒരു പട്ടാളത്തിൽ നിരോധിക്കേണ്ടി വന്നില്ല. എന്താ കാരണം? അള്ളാഹിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്തു. അള്ളാഹ് ആരാന്ന് പറഞ്ഞു കൊടുത്തു. പരലോകം മനസ്സിലാക്കി കൊടുത്തു. അത് ഹൃദയത്തിലുള്ള ആൾക്കാർ ജീവിതത്തിൽ ഒഴിവാക്കി. അതാണ് ഇതിന്റെ പ്രായോഗിക വശം. ഇല്ലെങ്കിൽ കുറച്ചേരം പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ഓന് പിന്നെ അവിടുന്ന് ഇറങ്ങി വരും. എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇറങ്ങി വരും. വീണ്ടും അതിനേക്കാൾ വലിയതിലേക്ക് അവരെത്തും. മദീനത്ത് അൻസാരികളിൽപ്പെട്ട 2 ഗോത്രങ്ങൾ മദ്യപിച്ചിട്ട് ചൂതാട്ടം നടത്താൻ വേണ്ടിയിരുന്നു. അങ്ങനെ ഒരുത്തൻ അതിൽ കളിച്ചതിൽ ഒരുത്തൻ പോയി, അവന്റെ സമ്പത്ത് മുഴുവനും പോയി. ചൂതാട്ടത്തിലൂടെ പോയി. മറ്റവനെ മുഴുവനും കിട്ടിയോ മറ്റവനെ കളിയാക്കി. അതിനിടയിൽ അവർക്കിടയിൽ വാക്കുതർക്ക ലഹരിയിലാണ്. ഒട്ടകത്തിന്റെ വലിയ എല്ലുകൾ കൊണ്ട് അവർ പരസ്പരം അടികൂടി. പലരെ ബോധം പോയി. പിന്നെ കള്ളിന്റെ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു ബോധം വന്നത്, ശത്രുതയും വിദ്വേഷവും. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണത. ഇതിലൂടെ ഉണ്ടാകുന്നത് സമൂഹത്തിന് സമാധാനം സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ഉള്ള ആയുഷ്കാലം നമുക്ക് ജീവിക്കണം. അതിനെ നമ്മളിടയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കേണ്ടത് ആദ്യം ശിർക്ക് പോകണം. അതിനുശേഷം ഇത്തരം ലഹരികൾ മുഴുവനും പോകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല ലി സാഹിബിഹി, ഒരാൾ തൻ്റെ സുഹൃത്തിനോട് പറയാണ്, തആൽ ഉഖാമിർക, വാ നമുക്ക് ചൂതാടി കളിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി, കളിക്കണമെന്നില്ല. ഫൽ യതസദ്ദഖ് ബിശൈഇൻ, ബുഖാരിന്റെ ഹദീസ, അവൻ എന്തുകൊണ്ടെങ്കിലും ദാനധർമ്മം ചെയ്തിട്ട് കഫാറത്ത് ചെയ്യണമെന്നാ. വിളിച്ചാൽ മതി, കളിക്കണമെന്നില്ല. അപ്പൊ നമുക്കൊന്ന് ചൂതാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ മതി. അവൻ എന്തുകൊണ്ടെങ്കിലും ദാനം ചെയ്ത് കഫാറത്ത് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് റസൂൽ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ലഅബ ബിൻ നർദശീർ ഫകഅന്നമാ ഗമസ യദഹു ഫീ ലഹ്മി ഖിൻസീരിൻ വദമിഹിൻ. ഒരാൾ പകിട കളിച്ചാൽ അതിന്റെ വിധി എന്താണെന്നറിയോ? സ്വന്തം കയ്യ് പന്നിയുടെ രക്തത്തിലും പന്നിയുടെ മാംസത്തിലും സ്വന്തം കൈകൊണ്ട് ഇളക്കി മറിച്ചവനെ പോലെയാണ് എന്നാ റസൂൽ പറയാണ്. ഉദാഹരണമാണ് പറഞ്ഞത്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ലഅബ ബിൻ നർദി ഫഖദ് അസല്ലാഹു വറസൂലു. ആരെങ്കിലും പകിട കളിച്ചാൽ
അള്ളാഹുവിനും റസൂലിനെയും അവൻ ധിക്കരിച്ചിരിക്കുന്നു. ഖിസിയാനാണ്. ആ രൂപത്തിലായിരിക്കും അവൻ മരിച്ചു പോവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹു പറയാണ്, നിങ്ങൾ ഒരിക്കലും പരസ്പരം ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ഇതൊക്കെയും അക്രമമാണ്. മറ്റ് പലരുടെയും കണ്ണീരിൻ്റെതാണ് നമ്മളെ കയ്യിലുള്ളത്. അങ്ങനെ അക്രമത്തിലൂടെ നിങ്ങൾ ഒരിക്കലും സമ്പാദിക്കരുത്. നിങ്ങളെ മുതലിൽ അത് ഉണ്ടാകരുത്. ഈ ഒരു താക്കീത് സഹോദരങ്ങളെ മരിക്കുന്നത് വരെ നമ്മളെ മനസ്സിൽ വേണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. കഠിനമായി അധ്വാനിക്കുക, പരിശ്രമിക്കുക, റബ്ബിനോട് ഫദ്ലിനെ തേടുക. ശരീരത്തിന് ആഫിയത്തിനും ആരോഗ്യത്തിനും റബ്ബിനോട് തേടുക. ഇതാണ് വേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും കുറുക്കു വഴികളിലൂടെ ലോട്ടറി എടുത്തോ മറ്റു ചൂതാട്ടം കളിച്ചോ മുതലുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് നിലനിൽക്കുകയില്ല. എന്ന് മാത്രമല്ല, അത് ഹറാമിൻ്റെ മുതലാണ്. നമ്മളെ ഭക്ഷണം, നമ്മളെ നമസ്കാരം, നമ്മളെ ഇബാദത്ത്, നമ്മളെ മറ്റ് കർമ്മങ്ങൾ ഒന്നും തന്നെ, നമ്മളെ ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ ഒന്നും അള്ളാഹുവിലേക്ക് ഉയരാതെ പോകും, കബൂൽ ചെയ്യപ്പെടാതെ പോകും. ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് നമുക്ക് അവസാനം ഒരു 3 കഷ്ണം തുണി കിട്ടാനുണ്ട്. ആ തുണി ഹലാലിൻ്റെ തുണിയാകണം സഹോദരങ്ങളെ. സോപ്പും താളിയും തേച്ച് ശുദ്ധീകരിച്ച് നന്നായി കുളിപ്പിച്ച ഈ നല്ല വൃത്തിയുള്ള മയ്യത്തിൽ പൊതിയുന്ന 3 കഷ്ണം തുണി അത് നമ്മുടെ സമ്പത്തിൽ നിന്നാകണം. നമ്മളെ സമ്പത്തിൽ നിന്നാണ് വേണ്ടത്. അത് ഹലാലിൻ്റേതാകാൻ വേണ്ടി പരിശ്രമിക്കാം. കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ ശരീരം ഹറാമിൻ്റെ വസ്ത്രത്തിൽ കഫൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് റബ്ബിനോട് കാവലിനെ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുസരിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലഹരി അടക്കമുള്ള മുഴുവൻ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാൻ, ആ തിന്മകളിൽ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനും, നമ്മളെ മക്കളും നമ്മളെ കുടുംബങ്ങളും സമൂഹവും അടങ്ങുന്ന ആളുകളാണ് ഈ വലിയ തിന്മയിലുള്ളത്. ഒരുപാട് കുടുംബങ്ങളാണ് ഈ കണ്ണീരിലുള്ളത്. അല്ലാഹു തആല ഇത്തരം തിന്മകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും, നമുക്കും നമ്മളെ മക്കൾക്കും സമൂഹത്തിനും അല്ലാഹു കാവൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.